ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത്. ലോട്ടറി അടിക്കും. 21 വർഷമായി ഒരു വീടിന് വേണ്ടി ശ്രമിക്കുന്നു. 21 വർഷമായി ഇതുവരെ വീടുണ്ടാക്കിയില്ല. എൻ്റെ ക്ലാസ്സിൽ വന്നു, ഞാൻ ആദ്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഏത് വീടാണ് വേണ്ടത്, ഫോട്ടോ എടുത്തിട്ട് ഒരു 10ഓളം ഫോട്ടോ അവരെടുത്തു. എന്നിട്ട് അവസാനം ഒന്നിൽ സ്റ്റിക്ക് സാറേ ഈ വീടാണ് എനിക്ക് ആവശ്യം. ഡിസംബർ 23 ആ വീട്ടിൽ പാല് കാച്ചി അവർ താമസം തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ റിസൾട്ട് നല്ലതായിരിക്കും എന്നറിയാമല്ലോ, സിമ്പിൾ ആണല്ലോ. പണ്ട് നമുക്ക് ഒരുപാട് കഥകളിലൊക്കെ ഇത് നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് പറഞ്ഞു, ഉപനിഷത്ത് കഥകളിലേക്ക് പറഞ്ഞാണ് മരം വെട്ടിയുടെ കഥയും മറ്റുള്ള കഥകളൊക്കെ കേട്ടില്ലേ. ലോട്ടറി അടിക്കുന്നതായിട്ട് ബന്ധം. ലോട്ടറി എന്താണ്, നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമല്ലേ, എന്തായാലും ലോട്ടറി അടിക്കുമല്ലോ, ആർക്കായാലും ലോട്ടറി അടിക്കുമല്ലോ. അബാക് മീഡിയയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ദിനേശ് മുങ്കത്താണ്. അദ്ദേഹം ഒരു ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, ഓതറാണ്, ഓൺട്രപ്രണറാണ്, കുറേ ആൾക്കാരെ സന്തോഷത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം സർ. നമസ്തേ. ആദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, സാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു കസേരയിലിരുന്ന് ഞാനിതാണ് ആഗ്രഹിക്കുന്നത്, എനിക്കിതാണ് ജീവിതത്തിൽ വേണ്ടത് എന്ന് ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് അതിങ്ങനെ കയ്യിൽ കൊണ്ട് തരും എന്നതാണോ ഈ ലോ ഓഫ് അട്രാക്ഷൻ? അതൊരു സമൂഹത്തിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു, നിങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഈ ചോദിച്ച് വരുന്നൊരു ചോദ്യമാണത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു 21 പ്രപഞ്ച നിയമങ്ങളുണ്ട്, യൂണിവേഴ്സൽ ലോസ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് സാധാരണ ഈ പ്രപഞ്ചം ചലിക്കുന്നതിന് അതിന് നിയമങ്ങളുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് എനർജി, അങ്ങനെ ഒരുപാടുണ്ട്. നെക്സ്റ്റ് സംഭവിച്ചാൽ എൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ ഞാൻ ഓൾറെഡി എഴുതിയിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയ വശങ്ങൾ എന്നുള്ള, അതുപോലെ തന്നെ ബാക്കി 21 നിയമങ്ങളുടെയും പുസ്തകങ്ങൾ വരാനിരിക്കുന്നു, വരും കാലം നമുക്ക്. നമ്മൾ ഈ പറഞ്ഞത് ഒരു ടോട്ടലി ഒരു മിസ്കോൺസെപ്റ്റാണ്, മിസ് ഇൻറ്റർപ്രിറ്റേഷനാണ്. ആക്ച്വലി അങ്ങനെയല്ല ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ചില നിയമങ്ങളുടെ കൂടെ മാത്രം വർക്ക് ചെയ്യുന്നൊരു നിയമമാണ്. അത് പറയാൻ പലരും മടിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നായിരിക്കും. ഞാനൊക്കെ സ്ഥിരം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട്, അവരെല്ലാം ഇതൊക്കെ മനസ്സിലാക്കിയവരാണ്. അത് ഇത്രയാണ് പറഞ്ഞു വന്നത്. പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കുന്നത് മറ്റൊരു നിയമത്തെ പറ്റി മനസ്സിലാക്കാം. നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാറുണ്ട്. ഇപ്പോൾ പഠിക്കുകയാണ്, നമ്മൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ റിസൾട്ട് നല്ലതായിരിക്കും എന്നറിയാമല്ലോ, സിമ്പിൾ ആണല്ലോ. നിങ്ങൾ ഇവിടെ നിന്നും ആലുവയിൽ നിന്നും കോഴിക്കോടേക്ക് പോവുകയാണ്, കോഴിക്കോട് മാവൂർ റോഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു ആലുവയിൽ നിന്ന് കോഴിക്കോട് മാവൂർ റോഡിലേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാപനത്തിലേക്ക് പോകണം. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? കോഴിക്കോട് ആലുവയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോ സ്റ്റേഷനും മാവൂറായോ നോക്കൂ, നോക്കൂലല്ലോ. മാവൂർ എത്തുമ്പോഴല്ലേ നിങ്ങൾ ശ്രദ്ധിക്കും മാവൂറായി ഇനി ആ ഷോപ്പിൽ പോകണം. അപ്പം നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ് അല്ലേ. ഇത് ലോ ഓഫ് ഫോക്കസ് എന്ന് പറയും. അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു ആകർഷണ നിയമം മാത്രമാണ്. നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടോ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ യാത്ര തുടരുക. ശ്രദ്ധ അവിടെയും യാത്ര തുടരുക. ഈ യാത്രയ്ക്കിടയിൽ നടക്കുന്ന ഒബ്സ്റ്റാക്കിൾസ്, ഇപ്പോൾ പറഞ്ഞ് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കണം, ഒബ്സ്റ്റാക്കിൾസ് ഒന്നും നമ്മൾ കാണില്ല, കാരണം നമ്മുടെ ഫോക്കസ് അവിടെയാണ്. അപ്പോഴത് ഓട്ടോമാറ്റിക് സംഭവിച്ചല്ലേ പറ്റൂ, കാരണം നമ്മൾ അവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളതിന് 3 മെത്തേഡ്സുകളാണ്. ഒന്ന് ആസ്ക്, ബിലീവ്, റിസീവ്. അതായത് ആസ്ക് എന്ന് വെച്ചാൽ ദൈവമേ എനിക്കിത് തരണേ എന്ന് പറയുന്നതല്ല ആസ്ക്. അവിടെ എന്താണെന്ന് ഞാൻ ഇത് തരണേ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പ്രാർത്ഥനയിൽ ദൈവമേ എനിക്ക് നല്ലത് തരണേ, ഇതല്ലേ പ്രാർത്ഥന സാധാരണ. അല്ലെങ്കിൽ എനിക്ക് സന്തോഷം നൽകണമേ, നല്ല പ്രാർത്ഥന. അല്ലെങ്കിൽ എനിക്ക് വീടുണ്ടാവണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കുറേ കുറവാണ്, അതിലില്ല മറ്റെന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. പക്ഷെ അത് പോട്ടെ, നമുക്കിങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ഫലിക്കുന്നു. ദൈവത്തോട് ചോദിക്കുന്നു എനിക്ക് നല്ലത് വരണേ. എന്താണ് നമ്മുടെ നല്ലത്? ഇപ്പം എൻ്റെ നല്ലത് ആയിരിക്കുമോ നിങ്ങളുടെ നല്ലത്? അല്ല. നിങ്ങളുടെ നല്ലത് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് ആസ്ക്. എനിക്കെന്ത് വേണം എന്ന് വ്യക്തമായി ചോദിക്കുക. വാട്ട് യു വാണ്ട്.
പണ്ട് നമുക്ക് ഒരുപാട് കഥകളിലൊക്കെ ഇത് നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് പറഞ്ഞു, ഉപനിഷത്ത് കഥകളിലൊക്കെ പറഞ്ഞാണ് മരം വെട്ടിയുടെ കഥയും മറ്റുള്ള കഥകളൊക്കെ കേട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ ദൈവമേ എനിക്കിന്ന് നല്ല സ്വർണം കിട്ടണേ എന്ന് പറയുമ്പോൾ ദൈവം വന്ന് സ്വർണ്ണ നാണയം കൊടുത്തു. ഈ സ്വർണ്ണ നാണയം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരെന്ത് ചെയ്യും? അങ്ങനത്തെ കഥകൾ നമുക്ക് കേട്ടിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെയുള്ള അതേപോലെ ആസ്ക് യൂണിവേഴ്സൽ ട്രോല് ലോ ഓഫ് അട്രാക്ഷൻ ആസ്ക് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കണം എനിക്ക് എന്ത് വേണം. ഇതൊന്ന് സ്പഷ്ടമാക്കാൻ പറ്റുമോ? അപ്പൊ അത് നമ്മൾ സ്വയമാണ് അറിയേണ്ടത്. അല്ല, അതറിയാത്തവനൊന്ന് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പം എനിക്ക് എവിടേക്ക് പോകണമെന്ന് അറിയില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ എവിടെ എത്തും? കൊള്ളാവുന്നൊരു സ്ഥലത്ത് എത്തിയാൽ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കൊള്ളാവുന്നൊരു സ്ഥലത്ത് എത്തി എന്ന് പറഞ്ഞാൽ അവിടെ വിഷയം ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ഞാൻ ആ സ്ഥലത്തെത്തി ഹാപ്പി ആകുമോ? എനിക്കറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയോണ്ട് എനിക്കെന്താ ഗുണമുള്ളേ? ഇല്ലല്ലോ. അപ്പം ലോ ഓഫ് അട്രാക്ഷനിലെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ചോദ്യം കറക്റ്റ് ആക്കുക, എനിക്കെന്ത് വേണം. രണ്ടാമത് അതിനെ വിശ്വസിക്കുക, ഓക്കെ എനിക്കിത് കിട്ടും, എനിക്കത് കിട്ടും, അതിനു വേണ്ടി ഞാൻ കിട്ടും എന്ന് വെച്ചാൽ വെറുതെ അല്ല, എനിക്കത് പ്രവർത്തിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം ആക്ഷനാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അല്ലാതെ വീട്ടിൽ നിന്ന് ഇന്നേ വരെ ഒരാൾക്കും കിട്ടിയില്ല. ഞാൻ ഏറ്റവും എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത്. ലോട്ടറി അടിക്കും. ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ ചില ടെക്നിക്ക് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ സംഭവിച്ചിട്ടുണ്ട്. എനിക്കും അടിച്ചിട്ടുണ്ട് ലോട്ടറി. എങ്ങനെയൊന്നും ചോദിച്ചു വെക്കരുത്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തി ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിലൂടെ തന്നെയാണ്. ഒരുപാട് ആൾക്കാരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്കത് കൃത്യമായി ഇപ്പോൾ ലോട്ടറി അടിക്കണം. ലോട്ടറി ടിക്കറ്റ് എടുക്കുമോ? ഞാനോ? അല്ല, ലോട്ടറി അടിക്കേണ്ട ഒരാൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കണമല്ലോ. എടുക്കണം. ആക്ഷൻ ഇല്ലാതെ ലോട്ടറി അടിക്കുമോ? ഇല്ല, വെറുതെ ഇരുന്നാൽ കിട്ടില്ല. നമ്മൾ പോയി ലോട്ടറി എടുക്കണം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഇല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ ഇല്ല. ഇതാണ് ക്ലിയർ ആയിട്ട്. ഇത് പറയാതെ ആൾക്കാർ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ലെന്ന് ഓർത്ത് എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കില്ലാത്തവർ ഈ പരിപാടിക്ക് എന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരാൾ എനിക്കൊരു വീട് വേണമെന്ന് കരുതും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടാണ്. 6 മാസം മുമ്പ് അവരെന്നോട് വന്ന് പറഞ്ഞ ക്ലാസ്സിൽ വന്നാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കൊരു വീട് വേണം സാറേ, വീട് വേണം. ഗൾഫിലായിരുന്നു അവർ. 21 വർഷമായി അവർ വീടിന് വേണ്ടി ശ്രമിക്കുന്നു. 21 വർഷമായി ഇതുവരെ വീടുണ്ടാക്കിയിട്ടില്ല. ഒരു സ്ഥലം വിൽക്കണം, ആ സ്ഥലത്ത് അവർക്ക് വീട് വെക്കാൻ പറ്റില്ല, അത് വിൽക്കണം, വേറൊരു സ്ഥലത്ത് വീട് വാങ്ങിക്കണം. എൻ്റെ ക്ലാസ്സിൽ വന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഏത് വീടാണ് വേണ്ടത്, ഫോട്ടോ എടുത്തിട്ട് പോവാം. ഒരു 10ഓളം ഫോട്ടോ അവരെടുത്തു. എന്നിട്ട് അവസാനം ഒന്നിൽ സ്റ്റിക്ക്, സാറേ ഈ വീടാണ് എനിക്ക് ആവശ്യം, എത്ര ബെഡ്റൂം വേണം, എത്ര ബാത്റൂം വേണം, എത്ര കിച്ചണിൽ എന്തൊക്കെ സൗകര്യം, എവറിത്തിങ് ഞാൻ അവരെ ബക്കറ്റ് ലിസ്റ്റ് പ്രിപ്പറേഷൻ എന്നൊരു സാധനമുണ്ട്. അതിൽ 10 പേജോളം എഴുതിച്ചു എല്ലാ സാധനം. വീടിൻ്റെ മുറ്റം എങ്ങനെ ഇരിക്കണം നടക്കാം വിഷ്വലൈസ് ചെയ്യിപ്പിച്ചു, വിഷ്വലൈസ് ചെയ്ത് കരുത്തു. 2 മാസം കഴിഞ്ഞപ്പോൾ അവർ ഹസ്ബൻഡ് പോയപ്പോൾ അവർക്കൊരു വീട് കണ്ടു. സെയിം ട്വിറ്റർ ഇന്ന് വാങ്ങിച്ചു. കഴിഞ്ഞ മാസം ഇതിപ്പോൾ ഡിസംബർ 23-ാം തീയതി ആ വീട്ടിൽ പാല് കാച്ചി അവർ താമസം തുടങ്ങി. സെയിം വിചാരിച്ചത്. ലോ ഓഫ് അട്രാക്ഷൻ ഇസ് വർക്കിംഗ്. പക്ഷേ അത് അറിയണം, പ്രിൻസിപ്പിൾ അറിഞ്ഞ് നല്ലൊരു ഗുരുവിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാം. അവർ പറഞ്ഞു തന്ന പോലെ നമ്മുടെ വിഷ്വലൈസേഷനാണ് ഇതിനകത്ത് പ്രാധാന്യം. അതിനെന്നുവെച്ചാൽ വീട് വാങ്ങിക്കണം, കാശ് കൊടുക്കണം, സ്വാഭാവികമാണ്, അല്ലാതെ നടക്കില്ല. ഇതിനു വേണ്ടി അന്വേഷിച്ച് നടക്കുകയും വേണം, നടക്കണം. അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കണമെന്നില്ല, അത് ഓട്ടോമാറ്റിക് നമ്മളിൽ വരും. നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പം ഞാനൊരു കാര്യം എളുപ്പത്തിൽ പറയാമെന്ന് ഞങ്ങൾ പറയുന്നൊരു കഥയാണ്. നിങ്ങൾ ഇന്ന് റെഡ് കാർ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരുന്ന വഴിക്ക് റെഡ് കാർ കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല, വളരെ ഓർക്കില്ല, കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ തൽക്കാലം വിശ്വസിക്കാൻ കണ്ടിട്ടില്ല. ഇനി ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ വൈകിട്ട് രാത്രി എങ്കിലും എന്നെ മെസ്സേജ് അയച്ച് അറിയിക്കുക. ഇന്ന് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ എത്ര റെഡ് കാർ കാണും? നിങ്ങൾ എങ്ങോട്ടും പോണില്ല, നിങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. നിങ്ങൾ പോകുന്ന വഴിക്ക് എത്ര റെഡ് കാർ കാണും എന്ന് ഞാൻ പറഞ്ഞു. മിനിമം നിങ്ങൾ ഒരു 8 റെഡ് കാറെങ്കിലും ഇന്ന് കാണും. നോക്കിക്കോളൂ. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫണ്ടമെന്റലായിട്ട് ഫസ്റ്റ് തിയറി. സി വേർ യുവർ ഫോക്കസ് ഗോസ്, ഡെഫിനറ്റ്ലി. ഇതെല്ലാം യൂണിവേഴ്സിലുണ്ട്. വീട് യൂണിവേഴ്സിലില്ലേ? ലോട്ടറി യൂണിവേഴ്സിലില്ലേ? നിങ്ങൾക്ക് വേണ്ട സന്തോഷം യൂണിവേഴ്സിലില്ലേ? നിങ്ങൾക്ക് വേണ്ട ബന്ധങ്ങൾ യൂണിവേഴ്സിലില്ലേ? നിങ്ങൾക്ക് വേണ്ട പണം യൂണിവേഴ്സിലില്ലേ? എല്ലാം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പണം ഇപ്പോൾ പുതിയതായിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും പണം ഇവിടെ ഉണ്ടല്ലോ. നമുക്കില്ല എന്നുള്ളതല്ലേ വിഷയം. ആക്ച്വലി ഇപ്പോൾ നിങ്ങളുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലല്ലോ, ബാങ്കിലല്ലേ. വെറും വിശ്വാസമാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ ബാങ്കിൽ എൻ്റെ പൈസ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസമാണ്. ഇതാണ് മൈൻഡ് സെറ്റ്. നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യും. അതെ. അപ്പോൾ ഈ ലോട്ടറി അടിക്കുന്നതുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധം? നമ്മൾ ലോട്ടറി അടിക്കുന്നതായിട്ട് ബന്ധമുണ്ട്. ലോട്ടറി എന്താണ്? നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമല്ലേ അല്ലേ?
എന്തായാലും ലോട്ടറി അടിക്കുമല്ലോ, ആർക്കായാലും ലോട്ടറി അടിക്കുമല്ലോ. സി നമ്മൾ ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ചർച്ച എനിക്ക് തോന്നുന്നില്ല, കുറേ വലിയ ചർച്ച ഇപ്പോൾ അതൊരു മറ്റൊരു ഇതാണ്. സിമ്പിളാണ്. നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ എനിക്കിത് അടിക്കും എന്ന് പറഞ്ഞ് എടുക്കുന്ന എത്ര പേരുണ്ട്? 100% കൺഫർമേറ്റി എനിക്കിത് അടിക്കും, ഇതാ ഞാൻ ലോട്ടറി അടിക്കുന്നു, എനിക്കടിക്കും, ഇതേ നമ്പറൊന്നും സെലക്ഷൻസ് ഒന്നുമില്ല. ഗോ ആൻഡ് ടേക്ക് 1 നമ്പർ, ഈ ലോട്ടറി എനിക്കാണ്. ഉണ്ടോ? ഇല്ല. ചാൻസ് ആണ്, കിട്ടുമായിരിക്കാം, കിട്ടുന്നെങ്കിൽ പോയില്ലേ. ഇവിടെ എല്ലാം ഒരു എനർജി ലോട്ടറി എന്ന് പറയുന്നത് മണിയാണ്. മണി ഈസ് എൻ എനർജി അല്ലെ? മണി എന്ന് പറയുന്ന എനർജിയാണല്ലോ. ഇപ്പം ഞാനൊരു എനർജിയാണ്. നമ്മൾ സംസാരിക്കുന്ന, ഞാനിവിടുന്ന് സംസാരിക്കുന്ന എൻ്റെ സൗണ്ട് വേവ്സ് എനർജി ആയിട്ട് നിങ്ങളുടെ കർണപുടങ്ങളിലെത്തുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനർജിയായി സ്വീകരിച്ചതിനെയാണ് ഞാൻ പറഞ്ഞ് കേൾക്കണില്ല. സെയിം ആണ് തിരിച്ചു. അപ്പം നമ്മളതെല്ലാം എനർജിയാണ്. യൂണിവേഴ്സ് ടോട്ടലി എനർജിയാണ് അല്ലേ? അപ്പോൾ മണി എനർജിയാണ്. ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ്. ഈ മൈൻഡ് ആ ലോട്ടറിയുടെ എനർജിയുമായിട്ട് അലൈൻ ചെയ്യില്ലേ? എനർജി ഇതാണ് അലൈനോ. അപ്പം ഞാൻ ഞാൻ ഇവിടുന്ന് മനസ്സിൽ വിചാരിക്കണം അടിക്കുമോ എന്ത് എനർജിയാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡൗട്ട് എനർജി അല്ലേ? അല്ലേ? ആ ഡൗട്ട് എനർജി അവിടെ കൊള്ളൂല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു വീട് വെക്കുക, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുക, ലോട്ടറി അടിക്കുക, ഇതിലെല്ലാം ഒരു നെഗറ്റീവ് സൈഡ് ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു കിട്ടാതിരിക്കുമ്പോൾ വിഷമം തോന്നാതിരിക്കാൻ അങ്ങനെ ചിന്തിക്കില്ലേ? സ്വാഭാവികമാണ്. അതാണല്ലോ അല്ല അവിടെയാണല്ലോ ഇപ്പം നമ്മുടെ ലൈഫ് എന്താണ്? നമ്മുടെ ലൈഫിനെ എന്ത് വെച്ചിട്ടാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വെറും വിശ്വാസങ്ങളാണ് അല്ലേ? ഇന്നലെ സംഭവിച്ചതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത നാളുകളാണ് അല്ലേ? നമ്മുടെ നാളുകൾ എന്ന് പറയുന്നത് ഇന്നലെ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നാളുകളാണ് അല്ലേ? അപ്പോൾ 2 കാര്യങ്ങളുണ്ട് അതിൽ. ഇന്നലത്തെ അനുഭവങ്ങൾ, ഇന്നത്തെ എൻ്റെ മൈൻഡ്, അതായത് എൻ്റെ ചിന്താഗതി. ഈ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഉണ്ടായതും ഞാൻ കേട്ടതും അറിഞ്ഞതുമാണ് അല്ലേ? അപ്പോൾ നാളെയാണ് മാറേണ്ടത് നമുക്കല്ലേ? അപ്പോൾ ഇന്നലെയിൽ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നെ. അപ്പോൾ എൻ്റെ തോട്ട്സ് നാളേക്കും അനുസരിച്ച് എൻ്റെ തോട്ട്സിനെ ഇവിടെ ചേഞ്ച് ചെയ്താൽ നാളെ മാറില്ലേ? ഇന്നലെ ലോട്ടറി അടിച്ചില്ല, എവിടെയോ ഓക്കെ, ഇന്നലെ ലോട്ടറി, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ലോട്ടറി അടിക്കാൻ എന്ത് ചെയ്യണം? അടിക്കുമെന്ന് വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ. നാളെ ഞാൻ ഉണ്ടാകുമോ? എനിബഡി ക്യാൻ ആൻസർ ഇറ്റ്? നോബഡി ക്യാൻ, ബട്ട് സ്റ്റിൽ വി ലൈവ്. നമ്മൾ നാളത്തെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് ലോട്ടറി അടിക്കുമെന്ന് എനിക്ക് ലോട്ടറി അടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലേ? അങ്ങനല്ലേ? പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ലോട്ടറി അടിക്കുമെന്ന് വിശ്വസിച്ചൂടാ? അത് ശരിക്കും ശരിയാണ്, അതൊരു ചാൻസ് ആണ്. അടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നഷ്ടമില്ല. 2 സെയിം അല്ലേ? എക്സാക്ട്ലി. ഞാൻ ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നതിന് എനിക്ക് ആവശ്യമുള്ള ചിന്തിച്ചാൽ പോരെ? ഞാനല്ലേ എന്നെ തീരുമാനിക്കും. അത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള കാര്യം, നമ്മൾ സാധാരണ പറയാറുണ്ട്, എൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ്. നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് അല്ലേ? മറ്റാർക്കും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺ എടുത്തത് സ്വയം തന്നെയാണ് അല്ലേ? ചെറുപ്രായത്തിൽ നമ്മൾ പഠിച്ചു വന്നു, ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ബോധം വന്നു. ആ ബോധം വന്നപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ബോഡിയാണ്, നമ്മുടെ മൈൻഡാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ബ്രെയിനാണ്. നമുക്ക് ചേഞ്ച് ആവും. ഞാൻ ചേഞ്ച് ആയി വന്ന ഒരാളാണ്, ചേഞ്ച് ആക്കാൻ പറ്റില്ലേ? അപ്പോൾ എനിക്ക് ലോട്ടറി അടിക്കില്ല, ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ ലോട്ടറി എടുക്കണേ? എടുക്കാതിരുന്നാൽ പോലെ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ അമ്പലത്തിൽ പോകുന്നു, ശിവക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്ക് ശിവനിൽ വിശ്വാസമില്ല. ശിവൻ എന്നെ അനുഗ്രഹിക്കും അറിയോ? എനിക്കറിയില്ല. എന്നാൽ പിന്നെ ഞാൻ എന്തിനാ പോണേ? ആർക്കും ആവശ്യമുണ്ടോ? ഞാൻ പോകുന്നതും ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിന്, എൻ്റെ വിശ്വാസത്തിന്. എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല, വിശ്വാസം എല്ലാം അങ്ങനെയാണ്. അപ്പം ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതിനെ ഒന്ന് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആവശ്യമെന്നല്ലേ ഫോക്കസ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ലാത്ത വിട്ടേക്ക്. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടക്കണോ, ഗൾഫ് യുദ്ധം നടക്കണോ എന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ കുറെ സംസാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ അല്ലേ? അത് ഇവിടെയും ചെയ്യാം, എവിടെയും ചെയ്യാം. എൻ്റെ ഫീലിങ്സ് എന്നിൽ തന്നെ അപ്ലൈ ചെയ്താൽ പോരെ.
അതെ ലൈഫ് ചേഞ്ച് ചെയ്യില്ല. അതെ. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സംഭവമാണെങ്കിലും ഒരു നെഗറ്റീവ് സൈഡിൽ എല്ലാവരും ചിന്തിക്കുന്നത് മുമ്പുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അഥവാ ഞാനത് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കാം, എനിക്കിത് കിട്ടില്ലായിരിക്കും എന്നുള്ളൊരു പ്രിപ്പയർ ആയിരിക്കുന്ന ഒരു സംഭവം. അതെങ്ങനെയാണ് മനസ്സിൽ നിന്ന് കളയാൻ സാധിക്കുക? അതാണ് അവിടെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് ഉള്ളത്. നമ്മുടെ മുഴുവൻ പ്രാക്ടീസും മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ. ഞാൻ എൻ്റെ പറഞ്ഞില്ല, ഹാപ്പിനെസ് ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നില്ല. ഞങ്ങൾ 5 pillars ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഒരു ജീവിതത്തിൽ 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം. ജനിച്ചു വരുമ്പോൾ 5 കാര്യങ്ങൾ ഒരാൾക്കില്ല.